പോയടാ ഇന്നും പോയടാ ബസ്. ഞാൻ ഓടി എത്തിയതാ, അപ്പോഴേക്കും വിട്ടുപോയി ബസ്. അങ്ങനെ കുറച്ച് നേരം പോസ്റ്റ് ആയിട്ടോ. ആ കണ്ടത് എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ. ഒരു ബോട്ടിലിൽ സാൻഡ് നിറച്ച് അതിൽ പേര് എഴുതുന്നത്. ഒരു വർഷം മുന്നേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞതാണ്, നല്ല ഭംഗിയുണ്ടത് എന്ന്. അവളുടെ പേര് എഴുതിയിട്ടായിരുന്നു ആ ബോട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, ഇനി ഞാൻ ജോർദാനിൽ പോയിട്ട് വരുമ്പോൾ നിനക്ക് കൊണ്ടുത്തരാം. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവൾ വെക്കേഷന് പോയിട്ട് വരുമ്പോൾ അവളെ എനിക്ക് കൊണ്ടുത്തന്നു. ഒരു വർഷം മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ചിലവരങ്ങനെയാണല്ലേ. നമ്മൾ എത്ര കാലം പറഞ്ഞതാണെങ്കിലും ഓർത്ത് കൊണ്ടുത്തരാൻ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ. ഇപ്പം ഞാൻ നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ കോമ്പറ്റീഷനാണ് കേട്ടോ. കരാട്ടെ കോമ്പറ്റീഷനായിരുന്നു. പിന്നെ 3rd പ്രൈസാണ് കിട്ടിയത്. പക്ഷെ എത്രയായാലും ജസ്റ്റ് ഒന്ന് നമ്മൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയെന്ന് വെച്ചാൽ അത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. പക്ഷെ എൻ്റെ മോൻ അത്ര ഹാപ്പി ആയിരുന്നില്ല കേട്ടോ. അവൻ എന്തൊക്കെയോ തെറ്റിച്ചു, അതുകൊണ്ടാണ് അവന് 3rd പ്രൈസ് കിട്ടുകയും ചെയ്തത്. പക്ഷെ ആൾക്ക് ഫസ്റ്റ് പ്രൈസ് വേണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാടാന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാനൊരു കഥ പറയാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ വന്നു ആ കഥ പറയുന്ന സമയത്ത്. കാരണം അവർക്കെല്ലാം കാണണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിമാരും അച്ഛനും എല്ലാവരും അവിടെ എത്തിയപ്പോൾ കുറേ പേരുടെ കഥ കേട്ട് കേട്ട് എൻ്റെ കഥ എന്നോടങ്ങ് മറന്നുപോയടാ. പിന്നെ എനിക്ക് ഒട്ടും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ കൈയും കാലും കൊണ്ടെല്ലാം കളിക്കാൻ തുടങ്ങി. എന്താ പറയേണ്ടതെന്ന് ഒരു ഐഡിയയും ഇല്ലാതായി. അവസാനം അവരെനിക്കൊരു സോപ്പ് പെട്ടി തന്നിട്ട് എന്നെ വിട്ടു കേട്ടോ. പാവം എൻ്റെ അച്ഛൻ അതും കൊണ്ട് കുറേ കാലങ്ങളോളം ഗൾഫിൽ അതും സൂക്ഷിച്ചു വെച്ചു. അങ്ങനെയല്ലേ.